നമുക്കെല്ലാവർക്കും പിറന്നാളുകളുണ്ടല്ലോ അല്ലേ? പിറന്നാളുകളില്ലേ? നാം ജനിച്ച ഒരു ദിവസത്തിന് ഒരു നക്ഷത്രം പറഞ്ഞു തരും. ജനിക്കുന്ന ദിവസം, ആ ദിവസം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്ന വൈദേശിക സംസ്കാരത്തിനെ മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിൽ അവന് സ്വന്തമായി, അവൾക്ക് സ്വന്തമായി ഒരു നാളുണ്ട്. ഈ നാൾ എന്നാൽ ദൂരെ 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 നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പൊ പിറന്നു വീഴുന്ന കുട്ടിയോട് അമ്മ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ജനങ്ങൾ അല്ലെങ്കിൽ ആ തതി അല്ലെങ്കിൽ ആ സനാതന ധർമ്മം പറഞ്ഞു വെക്കുന്നു, നോക്കൂ, നീ ഇവിടെ പിറന്നു വീണ ഒരു ദേഹമാണെങ്കിലും ദൂരെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇനി നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീരില്ലാതെ അതൊരു കോംബോ പാക്കാണ്. ഒന്നെടുക്കുമ്പോ 5 ഫ്രീ എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ദൂരെ നിൽക്കുന്ന നക്ഷത്രം മാത്രമല്ല നീ, നിന്റെ നാളിന് ചേർന്ന ഒരു വൃക്ഷമുണ്ട്, നിന്റെ നാളിന് പ്രതിപാദിക്കുന്ന ഒരു മൃഗമുണ്ട്, നിനക്കു തന്നെ ഒരു പക്ഷിയുണ്ട്, നിനക്ക് ഉപാസിക്കാൻ ഒരു ദേവതയുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിയല്ലേ? അപ്പൊ നമ്മുടെ പിറന്നാളിന്റെ ദിവസം നിർബന്ധപൂർവം ആ വൃക്ഷത്തിന് ലേശം ജലം കൊടുക്കണം. കുട്ടികളെ പഠിപ്പിക്കേണ്ട പാഠമാണ്. പണ്ടിത് ചെയ്തിരുന്നു, ആചരണ പദ്ധതിയായി തന്നെ ചെയ്തിരുന്നു. ഇപ്പോ കുട്ടികളെ ഇത് ചെയ്യിക്കൂ എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം മുതിർന്നവർ ഇതൊന്നും ചെയ്ത് കാട്ടിക്കൊടുക്കൂ. അന്നത്തെ ദിവസം ആ കാകന് അല്ലെങ്കിൽ ആ മൃഗത്തിന്, ആ പക്ഷിക്ക് ലേശം അന്നം കൊടുക്കൂ. നിന്റെ പിറന്നാൾ ദിവസം നീ മാത്രമല്ല ഉരുട്ടി ഉരുട്ടി കഴിക്കേണ്ടത്, നീ പിറന്നാൾ സദ്യ ഉണ്ണുമ്പോ തന്നെ ഒറ്റകൾക്കും കൂടെ കൊടുക്കണം. കാരണം അതാണ് നീ, ഇതാണ് നീ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കിടന്നുറങ്ങുന്നവരെല്ലാം സാക്ഷാൽ നാരായണനായി കട്ടിക്കൊടുത്ത സങ്കല്പം തന്നെയാണ് സനാതന ധർമ്മത്തിന്റെ അടിവേര് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ മർമ്മം. ഇതെല്ലാം ഒന്നാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം എന്നാണ് എൻ്റെ വിചാരം, തിരുവനന്തപുരത്ത് പുലിയൂർക്കോട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കൽ ഇത് മാതിരി തന്നെ, പക്ഷെ അത് വസുദേവ യജ്ഞമായിരുന്നു. വാസുദേവ യജ്ഞത്തിൽ അവർ ചെയ്ത 12 ദിവസങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പൂജകളായിരുന്നു. ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങ് എന്നോണം തന്നെ അതിൽ പിതൃപൂജ, ഭൂപൂജ, വൃക്ഷപൂജ, മൃഗപക്ഷി പൂജ, ഗോപൂജ, പിന്നെ ഗുരുജനങ്ങളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങ്, അതായത് ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ്, ഇങ്ങനെ ഒരു കൃത്യവും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചു. അപ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട്, സമ്പൂർണ്ണ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് നമുക്ക് കാട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ്, പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വരൂപത്താൽ തന്നെ, അവതാരത്തിൽ തന്നെ ലോകത്തിനോട് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പറയുന്നത് ഒരു പിടി മണ്ണെടുത്ത് കുഞ്ഞ് വായ്ക്കകത്തേക്കിട്ട് ആ മണ്ണ് കാട്ടാനായി അമ്മയെ വാ തുറന്ന് ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും വായ്ക്കകത്ത് കാട്ടിക്കൊടുത്ത കഥ അറിയാമല്ലോ എല്ലാവർക്കും. കഥ യശോദാമ്മയെ പരിഭ്രമിപ്പിച്ച കഥ. ഭൂ എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് നീ തന്നെയാണ്, ഈ ശരീരം തന്നെയാണ് ഭൂമി. ആലോചിച്ചാൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അന്നവും വളവും വെള്ളവുമായി തന്നെയാണ് നാം എല്ലാവരും സ്വീകരിക്കുന്നത്. അതാണ് ഈ തടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഭൂമി എന്ന് പറയുന്ന 5 ഭൂതങ്ങളിലെ ഭൂ എന്ന് പറയുന്ന സങ്കല്പം കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഭഗവാൻ തന്റെ നിഷ്ഠയിൽ. ഇനി നദീപൂജ അവർ ചെയ്തപ്പോൾ അവരോട് ചേർത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു കാളന്തി സങ്കല്പമുണ്ട് ഭഗവാന്റെ കഥയിൽ. സപ്താഹവേദികളെ അലങ്കരിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. പലയിടത്തും ഒരുപക്ഷെ ഈ കഥ കേട്ടിട്ടുണ്ടാവും. കാളിയ മർദ്ദനം എന്ന് തന്നെ ഞാനും നിങ്ങളും വ്യാഖ്യാനിക്കുന്ന കഥ വെറുതെ കാളന്തി നദിയെ ചീത്തിയാക്കിയ, മലിനമാക്കിയ ഒരു സർപ്പത്തിന്റെ ഭണത്തിന്മേൽ കയറി നടനമാടി സർപ്പത്തിന്റെ അഹങ്കാരം ഒടുക്കി, സർപ്പത്തിനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാളിയനെ കൊണ്ട് തന്നെ അവിടുത്തെ വിഷം വലിച്ചു കുടിപ്പിച്ചിട്ട് വെറുതെ കൊല്ലുകയല്ല ചെയ്തത്, മറിച്ച് നദിയെ മലിനമാക്കിയത് നീയാണ്, ആ മാലിന്യം തിരിച്ച്, ആ വിഷം നീ തിരിച്ചു വലിച്ചു കുടിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി അവന്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ട് അവന് മോക്ഷം കൊടുത്ത് അടുത്ത ഇടത്തേക്ക് പറഞ്ഞു വിട്ടവൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ജലം എന്ന് പറയുന്ന സങ്കല്പവും അങ്ങനെ തന്നെയാണ്. പഞ്ചഭൂതത്തിലെ ഒന്ന് ജലം ആണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ 72% ജലമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഭൂമിയുടെ അളവെടുത്ത് നോക്കിയാലും അതിന്റെ റേഷ്യോ എടുത്ത് നോക്കിയാലും 72% ജലം തന്നെയാണ്. അതുകൊണ്ടാണ് സൂര്യഗ്രഹണ, ചന്ദ്രഗ്രഹണ സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാനേരങ്ങളിൽ വേലിയിറക്കങ്ങളിൽ മനസ്സിനും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്നത്. മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, വാവുന്നാള് ശ്രദ്ധിച്ചോണം ഗർഭിണികൾ എന്ന് പറയും. ഇനി പശു വീട്ടിലുണ്ടെങ്കിലും പറയും ശ്രദ്ധിച്ചോണം വാവ് വരാൻ പോവാണ് എന്ന്. എന്താണ് വാവിന്റെ പ്രത്യേകത? ചന്ദ്രന്റെ ഏറ്റ ഇറക്കങ്ങൾ അവിടെയാണ്. ചന്ദ്രന്റെ ഏറ്റ ഇറക്കങ്ങൾ ഗർഭിണിയെ ബാധിക്കും, പശുവിനെ ബാധിക്കും, ഭ്രാന്തുള്ളവരെ ബാധിക്കും, പ്രണയം മനസ്സിലുള്ളവനെ ബാധിക്കും, കവികളെ ബാധിക്കും.
നോക്കൂ, ഇത് വെറുതെ ഒന്ന് പറഞ്ഞു വെക്കുകയല്ല. പൂർവസൂരികൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ സമസ്ത പ്രപഞ്ചത്തിന്റെ കേവലം പ്രതിരൂപമാണ് നീ എന്ന് പല രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അത് ഗംഭീരമായി കാളിന്തി നദിയിലൂടെ കാട്ടിത്തരുന്നു. അതായത് ഒരു നദി ഒഴുകിപ്പോകുന്നു, യമുനയുണ്ട്, കാളിന്തിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിനോടനുബന്ധിച്ച് തന്നെ ധാരാളം നദികളുടെ രംഗപ്രവേശമുണ്ട്. ഒടുവിൽ ദ്വാരകയെ കടലെടുത്തപ്പോൾ കടലുമുണ്ട്. അപ്പൊ ജലം എന്ന് പറയുന്ന സങ്കല്പം ഗംഭീരമായി തന്നെ ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. ഈ ജലം എന്ന സങ്കല്പം നമ്മെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. കുളക്കരയിലെ തേവര കണ്ടു തൊഴണമെങ്കിൽ പണ്ട് കാലത്ത് നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരമാണ്, ആദ്യം കുളത്തിലെ മീനൂട്ട് നടത്തിയിട്ട് ചെല്ലണം. ദശാവതാരത്തിലെ അദ്യാവതാരമായി മത്സ്യത്തിനെ നമ്മൾ സങ്കല്പിക്കുന്നതും ആ അർത്ഥത്തിലാണ്. ആലോചിക്കണം, സനാതന ധർമ്മവിശ്വാസികൾ പലരും ഈ ധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അകത്തും പുറത്തും തെളിഞ്ഞും ഒളിഞ്ഞും കലാകാലങ്ങളിൽ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ സങ്കല്പിക്കുമ്പോൾ പോലും ആ ശ്രമം ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആസുര ശക്തികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത, വിജയിക്കാൻ സാധിക്കാത്ത ഏക തതി നമ്മുടേതാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് 500-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നമ്മുടെ സംസ്കൃതി വീണ്ടെടുത്തു എന്ന് പറഞ്ഞ് ഒരു ധ്വജാരോഹണ ചടങ്ങിന് ഭാരതത്തിലുള്ളവരെല്ലാം സാക്ഷ്യം വഹിച്ചതാണ്. വിട്ടുപോയ ഒന്നിനെ തിരിച്ചു പിടിക്കാനുള്ള കെൽപ്പ് ഭടന്മാരായി നിൽക്കുകയോ തോക്കേന്തി ബാക്കി ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയോ വാളെടുത്ത ഏത് സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യുകയോ ചെയ്യാതെ സമാധാനപൂർവ്വം കാത്തിരുന്ന് എന്നാൽ ഈ സംസ്കാരത്തിന് വേണ്ടി പടവെട്ടാനുള്ള കെൽപ്പ് കെടാതെ നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായാലും, നൂറുകണക്കിന് മനുഷ്യരെ, നൂറുകണക്കിന് ജന്മങ്ങളെ ഇല്ലാതെയാക്കിയാലും ഞങ്ങളുടെ രാമനെ കൊടുക്കില്ല, ഞങ്ങളുടെ കൃഷ്ണനെ കൊടുക്കില്ല. അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു തതി. അതുകൊണ്ടാണ് ഈ തതിക്ക് സനാതനം എന്ന പേര്. സനാതനം എന്നാൽ ഇതിന് മരണമില്ല എന്നാണ് അർത്ഥം, എന്നെന്നും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഹിന്ദു എന്നൊക്കെ ഇപ്പൊ പേര് പറയുന്നുണ്ട്, പല രീതിയിൽ അതിന് വ്യാഖ്യാനം വരുന്നുവെങ്കിലും ഏറ്റവും ആലോചിച്ചാൽ പ്രപിതാമഹന്മാരുടെ കാലം മുതലേ നമ്മുടെ ധർമ്മത്തിനെ പറയുന്ന പേര് ധർമ്മം എന്നാണ്, മതം എന്നല്ല. മതമെന്നോ ജാതിയെന്നോ അല്ല പറയുക, ധർമ്മം എന്നാണ്. എന്താണ് ധർമ്മം? രണ്ട് പക്ഷമേ ലോകത്തുള്ളൂ, ഒന്ന് ധർമ്മവും ഒന്ന് അധർമ്മവും എന്ന് രാമരാവണന്മാർ കാട്ടിത്തരുന്നു. രാമനേക്കാളും 100 ഇരട്ടി കേമനാണ് രാവണൻ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടാവാം. രാവണൻ ബ്രാഹ്മണനാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞത്വം അല്ലെങ്കിൽ ജ്ഞാനം കയ്യിലുള്ളവനാണ്, അറിവുള്ളവനാണ്. ഭഗവാനെ സാക്ഷാൽ കൈലാസത്തിനെ തന്നെ എടുത്ത് ഉദ്ധരിക്കാൻ കെൽപ്പുള്ളവനാണ്, അത്ര കാമ്പുള്ളവനുമാണ് രാവണൻ. അങ്ങനെ ഭഗവാന്റെ കൈലാസം എടുത്ത് അമ്മാനമാടാൻ ശ്രമം നടത്തി പെരുവിരൽ ഭഗവാൻ താഴ്ത്തി അതിൽ നിന്ന് ജടാടവീകളജ്വല എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കൃതി ഒറ്റ നിമിഷം കൊണ്ട് ക്ഷിപ്രകവിയായി എഴുതാൻ സിദ്ധി ഉള്ള ആളാണ് രാവണൻ. കയ്യിൽ ചന്ദ്രഹാസം നേടിയെടുക്കാനുള്ള കെൽപ്പുണ്ട് രാവണന്. ഒരു നഗരിയെ, ലങ്കാനഗരിയെ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മായിക ലോകമായി സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ആളാണ്. മിടുക്കനായിട്ടുള്ള രാജാവാണ്, ഗംഭീരനായിട്ടുള്ള പിതാവാണ്, അതിഗംഭീരനായിട്ടുള്ള യോദ്ധാവാണ്. ഇതൊക്കെ ആയിട്ടും രാവണൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? രാവണൻ പരാജയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് രാവണന്റെ പരാജയത്തോടൊപ്പം തന്നെ തന്റെ രാഷ്ട്രവും അഗ്നിക്കിരയാക്കി. അതും കേവലം ഒരു കുരങ്ങൻ. കഥയറിയാം.